കൊച്ചിയിലെ കായൽക്കരയ്ക്ക് ചരിത്രത്തിന്റെ ഏടുകളിലൂടെ ഒരു യാത്ര പോകാമെന്നുണ്ടോ? എങ്കിൽ നമുക്ക് തോപ്പുംപടിയിലെ ആ പഴയ ഹാർബർ പാലത്തിലേക്ക് ഒന്ന് പോകാം. വെറുമൊരു പാലം എന്നതിലുപരി കൊച്ചിയുടെ വളർച്ചയുടെയും ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് മികവിന്റെയും ജീവിക്കുന്ന സാക്ഷ്യമാണ് ഈ നിർമ്മിതി. ലണ്ടനിലെ പ്രശസ്തമായ പാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രൂപഭംഗിയുള്ളതുകൊണ്ട് കൊച്ചിയിലെ ലണ്ടൻ പാലം എന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ പാലത്തിന് പറയാൻ കഥകളേറെയുണ്ട്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയായ സർ റോബർട്ട് ബ്രിസ്റ്റോയുടെ ദീർഘവീക്ഷണത്തിൽ വിരിഞ്ഞ ഈ അത്ഭുതം 1938 പണി പൂർത്തിയാക്കിയത്. അക്കാലത്ത് വില്ലിംഗ്ടൺ ഐലൻഡിനെയും മട്ടാഞ്ചേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ പാലം ഏറ്റെടുത്തത്. ഇരുമ്പും തടിയും കൊണ്ട് തീർത്ത ഈ പാലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ മധ്യഭാഗമായിരുന്നു. കപ്പലുകൾക്ക് സുഗമമായി കടന്നുപോകാൻ വേണ്ടി പാലത്തിന്റെ നടുഭാഗം ഇരുവശങ്ങളിലേക്കും ഉയർത്താൻ കഴിയുന്ന ഡ്രോബ്രിഡ്ജ് സംവിധാനമായിരുന്നു ഇതിലൊരുക്കിയിരുന്നത്. പുല്ലിയും ശക്തമായ ഇരുമ്പുവടങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ വിദ്യ കാണാൻ തന്നെ അന്ന് വലിയ തിരക്കായിരുന്നു. ഈ പാലത്തിന്റെ ഉറപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ബ്രിസ്റ്റോ സായുധ ആനകളെ ഇതിലൂടെ നടത്തിച്ച കഥ ഇന്നും പഴയ തലമുറ ആവേശത്തോടെ പങ്കുവെക്കാറുണ്ട്. പാലത്തിലൂടെ നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ചെറിയൊരു കുലുക്കും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. പാലത്തിന്റെ ഓരോ തൂണിലും നൽകിയിട്ടുള്ള പ്രത്യേക ബെയറിങ്ങുകൾ മൂലമുണ്ടാകുന്ന ഈ ബൗൺസിംഗ് ഇഫക്റ്റ് യഥാർത്ഥത്തിൽ പാലത്തിന്റെ ബലം വർദ്ധിപ്പിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാലം മാറി 1998 പുതിയ മട്ടാഞ്ചേരി ബി-ഊട്ടി പാലം വന്നതോടെ ഹാർബർ പാലം വലിയ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. എങ്കിലും ഇന്നും കൊച്ചിയിലെ സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനാണിത്. കായൽ കാഴ്ചകളും പഴയകാല പ്രൗഢിയും ഒത്തുചേരുന്ന ഈ പാലം ബ്ലോഗർമാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരു സ്വർഗമാണ്. ഭാരമേറിയ വാഹനങ്ങൾ ഇപ്പോൾ ഇതിലൂടെ കടത്തിവിടാറില്ലെങ്കിലും ഇരുചക്ര വാഹനങ്ങളിലും നടന്നും ഈ പാലം കടക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് 8 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള ചരിത്രത്തിലൂടെയാണ്. നിങ്ങൾ കൊച്ചിയിൽ വരുമ്പോൾ മട്ടാഞ്ചേരിയുടെയും ഫോർട്ട് കൊച്ചിയുടെയും തിരക്കുകൾക്കിടയിൽ നിന്ന് മാറി ഈ പഴയ ഹാർബർ പാലത്തിലൂടെ ഒന്ന് നടന്നു നോക്കണം. കായലിലെ ഓളങ്ങളും തണുത്ത കാറ്റും ഈ പഴയ പാലത്തിന്റെ ഓരോ ഇരുമ്പ് തൂണുകളും നിങ്ങളോട് കൊച്ചിയുടെ പഴയകാല കഥകൾ മന്ത്രിക്കുന്നത് കേൾക്കാം.